കിഴകുമ്പ ശ്രീധരീയം നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കേരള സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നടപ്പിലാക്കാൻ സാധിക്കുമ്പോഴും അസോസിയേഷൻസിന്റെ സഹകരണം ഇപ്പോൾ വേണം. അപ്പോൾ അതിന് അതോറിറ്റേറ്റീവായിട്ട് അംഗീകാരം ലഭിക്കാനുള്ള ആവശ്യമായ ഒന്നാണ്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചാണ് മുഖ്യമന്ത്രിക്കൊക്കെ. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ വെണ്ണിലം അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടോളം നഗരസഭാ ചെയർമാൻ റെജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഈ മേഖലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ 8 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ശ്രീധരീയത്തിൻ്റെ പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ ശ്രീധരീയത്തിൻ്റെ നിർവ്വഹണങ്ങളും ശ്രീധരീയത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ ഈ പ്രത്യേകതയുണ്ട്. വലിപ്പചേർന്നമില്ലാതെ ജാതിമത വർഗ്ഗങ്ങൾ. ശ്രീധരീയം ഗ്രൂപ്പ് ചെയർമാനും റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരിയുമായ ഹരി എൻ നമ്പൂതിരി, അസോസിയേഷൻ പരിധിയിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളായ മായാദേവി, ഷീബ രാജു എന്നിവരെയും സംസ്ഥാന ടെലിവിഷൻ കോമഡി അവാർഡ് ജേതാവ് പോൾസൺ കൂത്താട്ടുകുളം, ബിൽബിൻ ഗിന്നസ്, യുവ കർഷകരായ നിഷാന്ത് അജി, സുമിത് നായർ, ശിവപ്രസാദ് അനിൽ, 4000-ൽ പരം ഭക്തിഗാനങ്ങൾ രചിച്ച ഉദനേശ്വര പ്രസാദ് എന്നിവരെയും ആദരിച്ചു. 8 വർഷം മുമ്പ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിക്കുമ്പോൾ ഏകദേശം 110 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 140-ന് മുകളിലാണ്. 8 വർഷം കൊണ്ട് 30-ലേറെ പുതിയ വീടുകളും പുതിയ താമസക്കാരും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തലമുറ 8 വർഷം കൊണ്ട് 8 വയസ്സ് നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ തലമുറയിലുള്ള ആളുകൾ വരുന്നുണ്ട്. ഇവരൊന്നും പരസ്പരം അറിയാനുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്ന ഒരു മാർഗമാണ്. ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ, റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിജു തോമസ്, ശ്രീധരീയം നഗർ ലൈബ്രറി സെക്രട്ടറി എ വി മനോജ്, വൈസ് പ്രസിഡന്റ് ജയശ്രീ പി നമ്പൂതിരി, ഷീബ രാജു, സിയ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.